നമസ്കാരം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനിയത്തി വിളിച്ചപ്പോൾ അവളുടെ പീരീഡ്സിന് മുമ്പ് 1-2 ആഴ്ച അവൾക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. മിനിമം ഒരാഴ്ചയെങ്കിലും അവൾക്ക് ശാരീരികവും മാനസികമായിട്ട് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്തരത്തില് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം അനുഭവിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ത്രീകളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാ പുരുഷ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെൻസസിന് മുമ്പ് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അല്ലെ, ഒരു കൂട്ടം ലക്ഷണങ്ങളാണ്. മെൻസസിന് ഏകദേശം ഒരു 7 തൊട്ട് അല്ലെങ്കിൽ 10 ഡേയ്സ് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഈ ഒരു സിംറ്റംസ് പലപ്പോഴും സ്ത്രീകളിൽ ഉണ്ടാവുന്നത്. ലൂട്ടിയൽ ഫേസ് എന്നാണ് ഈ ഒരു ഫേസിന് അറിയപ്പെടുന്നത്. ഈ ഒരു സമയത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള ക്രേവിങ്സ് മുതൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസി വരെയുള്ള പ്രശ്നങ്ങൾ വരെ വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഓരോ സ്ത്രീകളെയും അപേക്ഷിച്ച് ഇതിന്റെ ഒരു റേഞ്ച് പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. ശരിക്കും യാതൊരു തരത്തിലുള്ള ഓർഗൻ ലീഷൻസും ഇല്ലാത്ത ഒരവസ്ഥയാണിത്. നമ്മളുടെ സൈക്കിക് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റം, ഇതെല്ലാം ഒരു ഡിസ്ഫങ്ഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം പറയുന്നത് ഈ ഒരു സമയത്ത് ലൂട്ടിയൽ ഫേസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് കണ്ടമാനം കൂടുന്നു. അതോടൊപ്പം തന്നെ പ്രൊജസ്ട്രോണിന്റെ ലെവലില് കുറവും സംഭവിക്കുന്നു. അപ്പൊ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തമ്മിലുള്ള ആ ഒരു നോർമൽ റേഷ്യോയിൽ ഒരുപാട് വ്യത്യാസം വരുന്നു. അതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പലതരത്തിലുള്ള എൻഡോർഫിൻ, ആൽഫാമിനോബ്യൂട്രിക് ആസിഡ്, അതുപോലെ സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽസിന്റെ ഉൽപാദനത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുന്നു. ഇത് പലപ്പോഴും പെയിൻ റിസപ്റ്റേഴ്സിന്റെ ഒക്കെ ആ ഒരു ആക്റ്റീവ് ആക്കുന്നു. അതുകൊണ്ട് ചെറിയ മൈന്യൂട്ട് പെയിൻസ് പോലും അത് ശരീരത്തിന് ഉണ്ടാവുന്നതാണെങ്കിലും മനസ്സിന് ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിലും താങ്ങാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ആൻസൈറ്റി കൂടാനും സ്ട്രെസ് കൂടാനും ഒക്കെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണമാകാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത്. പിന്നെ പലപ്പോഴും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, അത് വർക്ക് പ്ലേസിലാവാം, അല്ലെങ്കിൽ വീടുകളിലായിരിക്കാം, വീട്ടിലെ ചെറിയ ചെറിയ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ, ആൻസൈറ്റി എല്ലാം പലപ്പോഴും പ്രീ മെൻസ്ട്രൽ സിംറ്റം ഉണ്ടാവാനുള്ള ഒരു കാരണമാകാറുണ്ട്. ഹെറിഡിറ്റി ഒരു പരിധി വരെ കാരണം പറയാറുണ്ട്. നമ്മളുടെ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ അമ്മമാർക്ക്, ആന്റിമാർക്കൊക്കെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഒരു രീതിയിൽ സിംറ്റംസ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് PCOD, തൈറോയിഡ് പോലെയുള്ള ഹോർമോണൽ ഡിസോർഡേഴ്സ് ഒക്കെ ശരീരത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഇത്തരത്തില് ഇഷ്യൂസ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രത്തിൽ വരുന്ന ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്രേവിങ്സ് മുതൽ അങ്ങേയറ്റം മെന്റൽ പ്രോബ്ലംസ് വരെ വരാറുണ്ട്. അപ്പോൾ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി പ്രോബ്ലംസ് ഉണ്ടാക്കാം, സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം മെന്റൽ പ്രോബ്ലംസ് നോക്കുമ്പോഴത്തേക്കിനും ചെറിയ രീതിയിലുള്ള ആൻസൈറ്റീസ്, പേടികള് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് ഫോർഗെറ്റ്ഫുൾ ആയിരിക്കും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകുക, അല്ലെങ്കിൽ മേജർ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മറന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. ചിലപ്പോൾ ഭയങ്കര ആങ്കർ ആയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് സങ്കടം വരുന്നത്. അപ്പം അടുത്തുള്ളവരോടൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇറിറ്റബിൾ ആയിരിക്കും. ഒരു കാര്യം അവർക്ക് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു ഇറിറ്റബിലിറ്റി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. OCD പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നത് വളരെ കൂടുതലാകും. അതുപോലെ തന്നെ വൈലന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല സ്ത്രീകളിലും ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ക്രോണിക് ആയിട്ട് ഈ ഒരു രീതിയിൽ മെന്റൽ സപ്പോർട്ടൊക്കെ കിട്ടാതെ വരുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പിന്നെ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ഡോമിനൽ ബ്ലോട്ടിങ് സംഭവിക്കാം, വയറ് വീർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരീരം മൊത്തം വാട്ടർ റിട്ടൻഷൻ സംഭവിച്ചിട്ട് ശരീരം മൊത്തം ഒരു വീർത്തത് പോലത്തെ ഒരു ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയറിയാം, ചിലപ്പോൾ സ്ത്രീകൾ ഈ ഒരു പീരീഡ്സിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് വീർക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിങ് സംഭവിക്കാറുണ്ട്, ബ്രസ്റ്റിന്റെ സൈസിൽ വ്യത്യാസം വരുന്നു, ബ്രസ്റ്റിന് ടെൻഡർനെസ് വരുന്നു. ഇതെല്ലാം ഈ ഒരു വാട്ടർ റിട്ടൻഷൻ കൊണ്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ ക്രേവിങ്സിൽ വ്യത്യാസം വരും. ഇവർക്ക് ഈ ഒരു സമയത്ത് സാൾട്ട് അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളോട് അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ അമിതമായിട്ടുള്ള ഒരു താല്പര്യം വരാറുണ്ട്. അതിപ്പോ ഓരോ സ്ത്രീകളിലും ഓരോ തരത്തിലുള്ള ക്രേവിങ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതോടൊപ്പം ഇവർക്ക് വിശപ്പ് കുറഞ്ഞു പോകുന്നു, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, രാത്രിയിൽ തീരെ ഉറങ്ങാൻ പറ്റാതെ വരുന്നു. പക്ഷെ പകൽ അവർ ഭയങ്കര ടയേർഡായിരിക്കും, എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങുന്ന പോലത്തെ ഉള്ളൊരു ടെൻഡൻസി കാണിച്ചു എന്ന് വരാം. അതോടൊപ്പം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു. ഇതെല്ലാം ഇതിനോട് ചേർന്ന് വരുന്ന ലക്ഷണങ്ങൾ പെടുന്നതാണ്. പിന്നെ പലപ്പോഴും പല സ്ത്രീകൾക്കും പെയിൻസ്, മൈഗ്രെയിൻ വരുന്ന സ്ത്രീകളുണ്ട്. പിന്നെ വയറിന്, നടുവിന്, കാലിനൊക്കെ മെൻസസിന് മുമ്പ് വേദന വരുന്നവരുണ്ട്. അമിതമായിട്ട് തളർന്നു പോകുന്നവരും എല്ലാം ഈ ഒരു സമയത്ത് കാണാറുണ്ട്. ഇതെല്ലാം ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രത്തിൽ വരുന്ന മേജർ ലക്ഷണങ്ങളാണ്. പിന്നെ അവൾ ചോദിച്ച പ്രധാന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രം നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു 2 വീക്സ് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് അമിത ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, അമിത ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, അമിത കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു റെഗുലർ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ്, യോഗ, മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളൊക്കെ ആക്ടിവേറ്റ് ആകാൻ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രംസ് അല്ലെങ്കിൽ സിംറ്റംസ് ഓവർകം ചെയ്യാനായിട്ട് ഒരു ലേഡി മാത്രം വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമാവുകയില്ല. അപ്പൊ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ചുറ്റും നിൽക്കുന്നവർ മനസ്സിലാക്കുക, അവൾക്ക് ഈ ഒരു സമയത്ത് ശരീരത്തിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് പല രീതിയിൽ പല പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ എല്ലാ മാസത്തെയും ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ പീരീഡിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ വളരെ മാനസികമായിട്ടുള്ള ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജസിലേക്കൊക്കെ പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ വിവരം അറിയിച്ച് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഹോമിയോപ്പതിയിൽ വേണ്ട രീതിയിലുള്ള ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട്.